ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വിൻറ്റേജ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സീരീസിലുള്ള വാച്ചാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ടിസോയുടെ PR516 എന്ന് പറഞ്ഞ മോഡലിലുള്ള ഒരു കോട്സ് വാച്ചാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഹിസ്റ്ററി പറയാത്ത നമ്മുടെ ഒരു വീഡിയോ ഇല്ലല്ലോ. എന്താ വെച്ചാൽ ഹിസ്റ്ററി പറഞ്ഞില്ലെങ്കിൽ ആ കഥയ്ക്കൊരു ശേഷം ഉണ്ടാവില്ല. അപ്പൊ ഒരു കഥ പറയുകയാണെങ്കിൽ ഈ PR516 എന്ന് പറഞ്ഞ മോഡൽ ആദ്യമായിട്ട് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1965 1965 ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ വാച്ചിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒന്നാമത് അതിന്റെ പേര് തന്നെ, ഈ PR516 തന്നെ ഒരു എക്സ്പാൻഷൻ ഉണ്ട്. PR എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി റോബസ്റ്റ് അല്ലെങ്കിൽ പ്രിസിഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ഇതിലേത് വേണമെങ്കിൽ എടുക്കാം. ഇതാണ് ഈ PR എക്സ്പാൻഷൻ. ഇനി അടുത്തത് 516, അതെന്താണെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസിലെ 5ാമത്തെ സീരീസിലുള്ള 16ാമത്തെ മോഡൽ എന്ന് ഒരു മീനിങ്ങിലാണ് ഇവര് 516 എന്ന് ഇതിന് പേര് കൊടുത്തേക്കുന്നത്. പല ഹോളിവുഡ് മൂവികളിലും പ്രശസ്തമായ പല വാച്ച് മോഡലുകളും ഒരു ടൂൾ വാച്ച് ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എസ്പെഷ്യലി ഒമേഗ, ഈ ജെയിംസ് ബോണ്ട് പടങ്ങളിൽ. അതേപോലെ 1973 ഇറങ്ങിയ ഒരു ജെയിംസ് ബോണ്ട് പടമായ ലിവ് ആൻഡ് ലെറ്റ് ഡൈയിൽ അതിൽ നായകനായ റോജർ മൂർ PR516 പല സീനുകളിലും ധരിച്ചിരിക്കുന്നത് കാണാം. ആക്ച്വലി ആ സിനിമയിലെ ഒഫീഷ്യൽ ആയിട്ടുള്ള ടൂൾ വാച്ച് ഹാമിൽട്ടൺ പൾസറും റോളക്സ് സബ്മറൈനർ ആയിരുന്നു. പക്ഷെ പല ഫേമസ് ആയ ചേസ് രംഗങ്ങളിലും ഈ കഥാപാത്രം PR516 ആണ് ഉപയോഗിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ ഉണ്ടായെങ്കിലും അവസാനം മനസ്സിലാക്കാൻ പറ്റിയത് എന്തായിരുന്നെങ്കിൽ അത് ആ നടന്റെ പേഴ്സണൽ വാച്ചാണെന്നും ആൾക്ക് ഈ PR516 വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാണ്. അങ്ങനെ ജെയിംസ് ബോണ്ട് പടത്തിൽ വന്ന ഏക ടിസോട്ട് വാച്ചാണ് PR516. 707 ബ്രേസ്ലെറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ വിൻറ്റേജ് റേസ് കാറുകളുടെ സ്റ്റിയറിംഗിൽ ഒരു ഹോൾസ് ഉള്ള ഒരു ഡിസൈനാണ്. ആ സെയിം കൈൻഡ് ഓഫ് ഹോൾസ് ഇട്ടിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഈ 707 ബ്രേസ്ലെറ്റ്. ഈ ബ്രേസ്ലെറ്റ് ആദ്യമായി ഉപയോഗിച്ചത് ഈ ടിസോയുടെ മോഡലായ PR516 ടിസോയുടെ ഇപ്പോഴുള്ള ഏത് മോഡലിനും ഒരേ ടൈപ്പ് ബോക്സ് ആണ് വരുന്നത്. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഭാഗുന്നവർ ഇതിൻ്റെ പിന്നിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ ഒരു ടാഗ് വരുന്നുണ്ടാവും. അത് യൂസ് ചെയ്ത് ഓൺലൈനിൽ നിങ്ങൾ വാറണ്ടി രജിസ്റ്റർ ചെയ്യണം. ഞാനിപ്പോൾ ഇതിൻ്റെ വാം ലൈറ്റ് മാറ്റി നോർമൽ ലൈറ്റ് ആക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് സജഷൻ പറഞ്ഞിരുന്നു വാച്ചിൻ്റെ കറക്റ്റ് കളർ കാണുന്നില്ല. ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ഡയലുള്ള വാച്ചാണ്. ഡോം ഷേപ്ഡ് സ്ട്രാപ്പാണ് ഇതിന് വരുന്നത്. വളരെ അട്രാക്റ്റീവാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാം. സാധാരണ കുറച്ച് എക്സ്പെൻസീവ് വാച്ചുകളിൽ മാത്രമാണ് ഇവിടെ സെറാമിക്കിൽ വരാറുള്ളത്. ഇവരെന്ത് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സെൻട്രൽ പോർഷൻ സഫയർ ക്രിസ്റ്റലാണ്. ഇവിടെയും ഇവരൊരു ഗ്ലാസ് കൊണ്ടാണ് ഇവിടെ ഈ ടാക്കിംഗ് മീറ്റ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ എവിടെയും കൊണ്ട് ഇടിക്കാതെ നോക്കണം, എന്ന് വെച്ചാൽ അത് മിനറൽ ഗ്ലാസ് ആണ്, അത് പൊട്ടിപ്പോവും. പിന്നെ ആ ടാക്കിംഗ് മീറ്ററിൽ ഒരു കാര്യം കൂടി ഇവർ അഡീഷണലായി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അതിലൊരു പൾസോമീറ്ററും ഉണ്ട്. പൾസ് ക്വിക്കായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കാം. പിന്നെ ഇത് കോഡ്സ് ആയതുകൊണ്ട് സോളിഡ് കേസ് ബാക്കാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ വാച്ചിൻ്റെ മോഡലായ PR516 എന്നുള്ളത് ഇവിടെ സെൻട്രലിൽ ഇവർ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു വിൻറ്റേജ് ടൈപ്പ് കാറിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റൈലാണ് ഇതിനുള്ളത്. പിന്നെ ഇവിടെ ഇതിൻ്റെ മോഡൽ നമ്പർ, പിന്നെ സീരിയൽ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് തന്നെ ഊരി മാറ്റാവുന്ന സ്റ്റൈലിലുള്ള സ്ട്രാപ്പാണ് വരുന്നത്. ക്രോണോഗ്രാഫ് അല്ലാത്ത നോർമൽ വാച്ച് ലെതർ സ്ട്രാപ്പിലും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫാബ്രിക് സ്ട്രാപ്പിലും വരുന്നുണ്ട്. ഈ ടൈപ്പ് കോട്സിൽ സ്റ്റീലിൻ്റെ സ്ട്രാപ്പ് തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഫങ്ഷണാലിറ്റിയിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോവാം. ആസ് യൂഷ്വൽ ക്രോണോഗ്രാഫിലെ 3 പിൻ ഇവിടെ കൊടുത്തേക്കുന്നു. പിന്നെ സബ് ഡയൽസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നോർമൽ സെക്കൻഡ്സ് റൺ ആവുന്നുണ്ട്, ഇവിടെ 1/10, ഇവിടെ മിനിറ്റ്സ് റെക്കോർഡിങ്. പിന്നെ ടിസോ അവരുടെ ആ സ്റ്റാർട്ട് ചെയ്ത ഇയർ ഇതിൽ കാണിക്കുന്നുണ്ട്, ടാക്കിമീറ്റർ ഫങ്ഷൻസ് കാണിക്കുന്നു. ഈ വാച്ച് ഒന്ന് കെട്ടി നോക്കാം.
പിന്നെ ഇത് ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് ഒന്നും അയച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് വെറുതെ ഒന്ന് വെച്ച് ഇങ്ങനെ നോക്കാനേ പറ്റൂ. ഇതാണ് കെട്ടുമ്പോഴുള്ള ഭയങ്കര ഒരു അപ്പിയറൻസ് ആണ് കേട്ടോ ഈ വാച്ച്. എന്താ വെച്ചാൽ ഒന്നാമത് ഇതിൻ്റെ വലിപ്പം കൊണ്ടും പിന്നെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊണ്ടും ഇത് വളരെ അട്രാക്റ്റീവാണ്. സൈഡ് വ്യൂ ആയിരത്തി 1965 ഇത് റിലീസ് ചെയ്തെങ്കിലും 1970കളിലും 80കളിലും ഇപ്പോഴും ഈ മോഡലിന് ഭയങ്കര ആക്സെപ്റ്റൻസ് തന്നെയാണ് ഉള്ളത്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് റിലീസ് ചെയ്യുന്ന കാലത്ത് അവരിതിന്റെ പരസ്യത്തിൽ പറഞ്ഞത് ഓൺ ദ ട്രാക്ക്, ഇൻ ദ എയർ, ഇൻ ദ വാട്ടർ, എവരിവെയർ, എവിടെ ഉപയോഗിക്കാവുന്ന ഒരു മോഡലായിട്ടാണ് ഈ വാച്ച് അവർ റിലീസ് ചെയ്യുന്നത്. ഈ വാച്ചുകൾ കുറച്ച് വലിപ്പം കൂടുതലും കനം കൂടുതലും ഉള്ളതാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് സിറ്റുവേഷനിൽ കെട്ടിയാലും ഏത് തരം ഡ്രസ്സിൻ്റെ കൂടെ കെട്ടിയാലും ഇതിന് ഭയങ്കരമായിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണുള്ളത്. ടിസോയുടെ ഈ PR516 പ്രസൻറ്റ് സീരീസിലുള്ള വാച്ചുകളാണ് നിങ്ങൾ കാണുന്നത്. അതിൽ 3 കാറ്റഗറി ഉണ്ട്. ഒന്ന് കോഡ്സ്, ഒന്ന് മെക്കാനിക്കൽ വൈൻഡിങ് മൂവ്മെൻ്റ് ഉള്ളത്, പിന്നെ ഒന്ന് ഓട്ടോമാറ്റിക്. പിന്നെ ഓട്ടോമാറ്റിക് വാച്ചിൻ്റെ ഡിസൈൻ കാണാം. ഓട്ടോമാറ്റിക് ഒരൊറ്റ ഡിസൈനിൽ ഇപ്പോൾ പ്രസൻറ്റിൽ റിലീസായിട്ടുള്ളൂ. അതേപോലെ മെക്കാനിക്കൽ വൈൻഡിങ് മൂവ്മെൻ്റ് ഉള്ളതും ഒരൊറ്റ മോഡലുള്ളൂ. പ്രസൻറ്റ് വാച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ കുറച്ച് വാച്ചുകളും നോക്കിയിരുന്നു. ബ്ലൂ കളർ മോഡൽ നമ്മൾ നോക്കിയിരുന്നു. പിന്നെ C-Star എന്ന് പറഞ്ഞ എൻ്റെ കോഡ്സ് മോഡൽ നോക്കിയിരുന്നു. PRX കോഡ്സ് മോഡൽ നോക്കിയിരുന്നു. ബട്ട് അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ബ്ലാക്ക് ഡയലുള്ള ഈ PR516 കോഡ്സ് മോഡലാണ് സെലക്ട് ചെയ്തത്. PR516 എന്ന് പറഞ്ഞ ഈ സ്പോർട്സ് റേസ് റിലേറ്റഡ് വാച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അത് നന്നായി എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുകൂടാതെ ഈ വാച്ചിൻ്റെ ഈ വീഡിയോവുമായി ബന്ധപ്പെട്ട് കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് മെൻഷൻ ചെയ്യുക. ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരയ്ക്കും. ബൈ.